ഹായ് ഡിയേഴ്സ്, മഞ്ഞുതുള്ളികൾ നോവൽ തുടരുന്നു. റഹിയാനത്തെ, എനിക്ക് നിന്നെ വിവാഹം ചെയ്യാനാവില്ല. എൻ്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമല്ല. പാടവരമ്പത്ത് വെച്ച് അവളോട് പറഞ്ഞു. വേണ്ട, എന്നെ ഇയാൾ വിവാഹം ചെയ്യണ്ട, നമുക്ക് ഈ ബന്ധം തുടരാം. തൻ്റെ ചുണ്ടുകൾ വലിച്ചീമ്പിക്കൊണ്ട് അവൾ പറഞ്ഞു. ഈ ബന്ധം തുടരുകയോ? അത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. അങ്ങനെ സഫ്ല തൻ്റെ ജീവിത സഖിയായി എത്തി. നിലാവുള്ള രാത്രിയിൽ മൈലാഞ്ചിപ്പൂന്തോപ്പിൽ നിന്നും കാറ്റ് വീശിക്കൊണ്ടിരുന്നു. ഒരു നല്ല ഭാര്യ, അതാണ് സഫ്ല. സഫ്ലയോടൊപ്പം ജീവിക്കുമ്പോൾ റഹിയാനത്തുമായുള്ള ബന്ധം തുടർന്നു. തനിക്കും സഫ്ലക്കും 3 കൺമണികൾ പിറന്നു. പോയിതാ അവൾ 4ാമതും ഗർഭിണിയായിരിക്കുന്നു. റഹിയാനത്ത്, ആ പേര് ഓർക്കും തോറും ഫൈസൽ മോലിയാരുടെ മനസ്സ് ചുട്ട് നീറിക്കൊണ്ടിരുന്നു. എങ്ങനെ റഹിയാനത്തിൽ നിന്നും താൻ രക്ഷപ്പെടും? എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ. സഫ്ല ഒരു നല്ല പാതിയാണ്. ഒരിക്കലും ഒരു നല്ല പാതിയെ ചതിക്കാൻ പാടില്ല. ഫൈസൽ മോലിയാർ തോട്ടിൻകരയിൽ നിന്ന് എഴുന്നേറ്റ് പാടവരമ്പിലൂടെ നടന്നു. തന്റെ വീട്ടിലെത്തിയപ്പോൾ സഫ്ല അവിടെ വീണു കിടക്കുന്നുണ്ടായിരുന്നു. തുടരും. Please subscribe, please share, please like, please comment. Bye.